നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂലൈ മാസത്തെ അത്തം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത്. എങ്കിലും 10ാം ഭാവാധിപതി സർവാഭിഷ സ്ഥാനത്ത് നിപുണായോഗം ചെയ്ത് നിൽക്കുന്ന തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ട് നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള അനുകൂലമായിട്ടുള്ള നിലപാടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഭാഗ്യവർദ്ധനവിൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങളുള്ളത് കാരണം കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാൻ സാധിക്കുമെങ്കിലും 12ാം ഭാവത്തിൽ ാണ് സഹായ സ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ സഹായിക്കേണ്ടവരുടെ പെരുമാറ്റങ്ങൾ അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. 12ാം ഭാവത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതുവിനോട് യോഗം ചെയ്തിട്ടാണ് ചൊവ്വ നിൽക്കുന്നത്. അതുകൊണ്ട് 10 രൂപ കയ്യിൽ കിട്ടിയാൽ 20 രൂപ ചെലവ് വരാനുള്ള സാധ്യതയുണ്ട്. സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സഹായികളുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നിലപാടുകൾ പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത ഒരു മാസമാണ്. നിപുണായോഗമുള്ളത് കൊണ്ട് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടാകും. നല്ല രീതിയിൽ തന്ത്രപരമായ സംസാരം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിപുണത പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. കർമ്മസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമാണെങ്കിൽ പോലും വ്യാഴപ്പിഴവെന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. 10ാം വ്യാഴമാണ്. 9ൽ നിൽക്കുന്ന വ്യാഴം അനുകൂലമായ ഗുണഫലത്തെ ചെയ്യുമെങ്കിലും 10ൽ നിൽക്കുന്ന വ്യാഴം അത്ര അനുകൂലമല്ലാത്തത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശത്രുദോഷത്തിൻ്റെ ദുരിതം. എന്ത് കാര്യങ്ങൾക്കും തടസ്സമാണ് കാണുന്നത്. എന്ത് കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് നീണ്ടു പോകാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ശത്രു സ്ഥാനാധിപതി ബാധാസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതം കാരണം കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നീണ്ടുപോവുക, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് നീണ്ടുപോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. മാത്രമല്ല ശത്രുസ്ഥാനത്ത് അമൃത വിഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു കൂടി നിൽക്കുന്നത് കൊണ്ട് ശത്രുദോഷം കുറച്ച് പ്രബലമാണ്. അത് കാരണം ശത്രുദോഷ പരിഹാരമായിട്ട് സുദർശന പുഷ്പാഞ്ജലി വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യണം. അതേപോലെ തന്നെ ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് ചെയ്യണം. നാഗപൂജയും ചെയ്യണം. അപ്പോൾ ഈ വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കുകയും ശത്രുദോഷം പരിഹരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള നേട്ടങ്ങളും അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ. കാരണം നിപുണായോഗം ചെയ്തിട്ട് ലാഭസ്ഥാനത്താണ് കർമാധിപതി നിൽക്കുന്നത്. അപ്പോൾ തൊഴിലിൽ ലാഭം നേടാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു മാസമാണ്. പക്ഷേ ചിലവ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായിട്ടുള്ള ചിലവിലൂടെ ധനനഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. സഹായികളായിരിക്കുന്ന വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, ഇവരുടെ ഭാഗത്തു നിന്നുള്ള അപ്രീതി പോലെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാൽപാദത്തിന് വേദന പോലുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്കും ഗ്യാസ്ട്രിക് പോലുള്ള കാര്യങ്ങൾക്കും യോഗമുണ്ട്. കാരണം 6ാം ഭാവത്തിൽ നിൽക്കുന്നത് രാഹുവും 12ൽ നിൽക്കുന്ന കേതുവും കാൽപാദത്തിന് വേദന, ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്നിവയുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഭാഗ്യാധിപതി ബലവാനായി നിൽക്കുന്നുണ്ട്. ഭാഗ്യാധിപതിയായിരിക്കുന്ന ശുക്രൻ ബലവാനായി നിൽക്കുന്നത് കാരണം സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനും മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനും ഒക്കെ യോഗം ഉള്ള ഒരു മാസമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ അഷ്ടാക്ഷരിയൊക്കെ ജപിക്കുന്നത് നല്ലതാണ്. ഓം നമോ നാരായണായൊക്കെ ജപിക്കുക. കാരണം 10ൽ നിൽക്കുന്ന വ്യാഴം അത്ര അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തരില്ലെങ്കിലും 4ാം ഭാവാധിപതിക്ക് 4ലേക്ക് ദൃഷ്ടിയുണ്ടാകുക എന്ന് പറയുന്നത് നല്ല ഗുണമാണ്. അത് കാരണം കൊണ്ട് തന്നെ ഭാവന സംബന്ധമായ സുഖം അനുഭവിക്കാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.